ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്ററായ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ്, ഭൗമരഹസ്യങ്ങൾ തേടി എന്ന പാഠഭാഗത്തു നിന്നും NMMS സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ചോദ്യഭാഗത്തേക്ക് നേരെ പ്രവേശിക്കാം. ഫസ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻ്റ് ലെയേഴ്സ് ഓഫ് ദി എർത്ത്? ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ ഏതെല്ലാം? ആൻസർ: ഫസ്റ്റ്, ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിവയാണ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ. സെക്കൻഡ്, വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഡാഷ് ഡിഗ്രി ആകുന്നു. ആൻസർ: 5000 ഡിഗ്രി സെൽഷ്യസ്. 5000 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം. നെക്സ്റ്റ്, ഇൻ വാട്ട് വേസ് ഈസ് ദി ഇന്നർ വർക്കിംഗ്സ് ഓഫ് ദി എർത്ത് നോൺ? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത്? ആൻസർ: ഫസ്റ്റ്, ഫ്രം ദി മെറ്റീരിയൽസ് റീച്ചിങ് ദി എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് എറപ്ഷൻസ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. സെക്കൻഡ്, ഡാറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആൻഡ് തേർഡ്, അനാലിസിസ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്ക്വേക്സ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി റിലേറ്റീവ്ലി തിൻ ക്രസ്റ്റ് ഓഫ് ദി എർത്ത് കോൾഡ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് ഏത് പേരിൽ വിളിക്കുന്നു? ആൻസർ: ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്നാണ് ഭൂമിയുടെ നേർത്ത പുറന്തോട് അറിയപ്പെടുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനം കണക്കാക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദി 2 പാർട്സ് ഓഫ് ദി എർത്ത്? ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? ആൻസർ: കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യനിക് ക്രസ്റ്റ്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവയാണ് ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി മേജർ മിനറൽസ് കണ്ടെയ്ൻഡ് ഇൻ ദി വാസ്റ്റ് ഗ്ലോബ്? വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ: സിലിക്ക ആൻഡ് അലൂമിന. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് അനദർ നെയിം ഫോർ ദി വാസ്റ്റ് ഗ്ലോബ്? വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന മറ്റൊരു പേര്. ആൻസർ: സിയാൽ. സിയാൽ എന്നാണ് വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന മറ്റൊരു പേര്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി മേജർ മിനറൽസ് ഫൗണ്ട് ഇൻ ദി ഓഷ്യൻ ഫ്ലോർ? സമുദ്ര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഉത്തരം: സിലിക്ക, മഗ്നീഷ്യം. സിലിക്ക, മഗ്നീഷ്യം എന്നിവയാണ് സമുദ്ര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് അനദർ നെയിം ഫോർ ദി ഓഷ്യൻ ഫ്ലോർ? സമുദ്ര ഭൂവൽക്കത്തെ വിളിക്കുന്ന മറ്റൊരു പേര്. ആൻസർ: സീമ.
സിമ എന്നാണ് സമുദ്രഭൂവൽക്കത്തെ വിളിക്കുന്ന മറ്റൊരു പേര്. അടുത്തത് 10ാമത്തെ ചോദ്യം. ദി ലെയർ ബിലോ ദി എർത്ത് സർഫേസ് ഈസ് കോൾഡ് ഡാഷ്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന പാളി ഡാഷ് എന്ന പേരിൽ വിളിക്കുന്നു. ആൻസർ മാൻഡിൽ. മാൻഡിൽ എന്നാകുന്നു ഭൂവൽക്കത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന പാളി അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി 2 പാർട്സ് ഓഫ് ദി മാൻഡിൽ? മാൻഡിലിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? ആൻസർ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. ഉപരിമാൻഡിൽ, അധോമാൻഡിൽ എന്നിവയാണ് മാൻഡിലിൻ്റെ 2 ഭാഗങ്ങൾ. നെക്സ്റ്റ്, എ സോളിഡ് ലെയർ മെയ്ഡ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ് ഈസ് നോൺ ആസ് ഡാഷ്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഖരാവസ്ഥയിലുള്ള പാളി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻസർ അപ്പർ മാൻഡിൽ അഥവാ ഉപരിമാൻഡിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ദി ലെയർ ബിലോ ദി അപ്പർ മാൻഡിൽ ഈസ് ഇൻ ദി സെമി ലിക്വിഡ് സ്റ്റേറ്റ് ഡാഷ്. ഉപരിമാൻഡിലിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ഡാഷ്. ആൻസർ ലോവർ മാൻഡിൽ അഥവാ അധോ മാൻഡിൽ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് കോൾഡ് ഡാഷ്? ഭൂമിയുടെ കേന്ദ്രഭാഗം ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ കോർ അഥവാ കാമ്പ് എന്നാണ് ഭൂമിയുടെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി 2 പാർട്സ് ഓഫ് ദി കോർ, ദി സെൻറ്റർ പാർട്ട് ഓഫ് ദി എർത്ത്? ഭൂമിയുടെ കേന്ദ്രഭാഗമായ കാമ്പിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. പുറക്കാമ്പും അകക്കാമ്പും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഡാഷ് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിലാകുന്നു അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് മിനറൽസ് ഫൗണ്ട് ഇൻ സോളിഡ് കോർ? ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അകക്കാമ്പിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ നിക്കൽ, ഇരുമ്പ്. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫൈ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ദി സർഫേസ് ഓഫ് ദി എർത്ത് ആൻഡ് ദി ടോപ്പ് ഓഫ് ദി മാൻഡിൽ ആർ കോൾഡ് ഡാഷ്. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നാണ് വിളിക്കപ്പെടുന്നത്. അടുത്തത് 20ാമത്തെ ചോദ്യം. ബൈ വാട്ട് നെയിം ഈസ് ദി പാർട്ട് ഓഫ് ദി റോക്ക് ബെനീത്ത് ദി ബെഡ് റോക്ക് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ എ മോൾട്ടൻ സെമി ലിക്വിഡ് സ്റ്റേറ്റ്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ അസ്തനോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ അഥവാ ലാവയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ഫോസിൽസ്? ഫോസിലുകൾ എന്നാൽ എന്ത്? ഉത്തരം പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ
അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട്. ഇവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഹൗ മെനി റോക്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി വേ ദേ ആർ ഫോംഡ്? ശിലകളെ അവ രൂപം കൊള്ളുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആൻസർ 3. 3 തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ്, ഇഗ്നേഷ്യസ് റോക്സ്, ആഗ്നേയശിലകൾ. സെക്കൻഡ്, സെഡിമെൻ്ററി റോക്സ്, അവസാദ ശിലകൾ. ആൻഡ് തേർഡ്, മെറ്റമോർഫിക് റോക്സ്, കായാന്തരിക ശിലകൾ. ഓക്കെ. നെക്സ്റ്റ്, molten magma rising through cracks in the earth's crust is called frozen rocks on the surface of earth or in the earth crust dash. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ആൻസർ, ഇഗ്നേഷ്യസ് റോക്സ് അഥവാ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇഗ്നേഷ്യസ് റോക്സ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ആൻസർ, ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഗ്രാനൈറ്റും ബസാൾട്ടുമാകുന്നു ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങൾ. നെക്സ്റ്റ്, വാട്ട് ആർ സെഡിമെൻ്ററി റോക്സ്? അവസാദ ശിലകൾ എന്നാൽ എന്ത്? ഉത്തരം, കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സെഡിമെൻ്ററി റോക്സ്? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ആൻസർ, സാൻഡ്സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ. നെക്സ്റ്റ്, ഹൗ ആർ മെറ്റമോർഫിക് റോക്സ് ഫോംഡ്? കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ആൻസർ, ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് മെറ്റമോർഫിക് റോക്സ്? കായാന്തരിക ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആൻസർ, മാർബിൾ ആൻഡ് സ്ലേറ്റ്. മാർബിളും സ്ലേറ്റുമാകുന്നു കായാന്തരിക ശിലകൾക്ക് ഉദാഹരണങ്ങൾ. ഓക്കെ. അടുത്തത് 30ാമത്തെ ചോദ്യം. ദി പ്രോസസ്സസ് ബൈ വിച്ച് റോക്സ് ബ്രേക്ക് ഓർ ഡിസിൻറ്റിഗ്രേറ്റ് ആർ കോൾഡ് ഡാഷ്. ശിലകൾ പൊട്ടിപ്പോവുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ, വെതറിംഗ് അഥവാ അപക്ഷയം എന്നാണ് വിളിക്കപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീജനറേറ്റീവ് ആക്ടിവിറ്റീസ്? വിവിധ തരം അപക്ഷയ പ്രവർത്തനങ്ങൾ ഏതെല്ലാം? ആൻസർ, ഫസ്റ്റ്, ഫിസിക്കൽ വെതറിംഗ്, ഭൗതിക അപക്ഷയം. സെക്കൻഡ്, കെമിക്കൽ വെതറിംഗ്, രാസിക അപക്ഷയം. തേർഡ്, ബയോളജിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് വെതറിംഗ്?
അപക്ഷയത്തിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം? ആൻസർ ഫസ്റ്റ്, ധാതു നിക്ഷേപങ്ങളുടെ രൂപീകരണം. സെക്കൻഡ്, അപരദനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിന് മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്നു. തേർഡ്, മണ്ണുണ്ടാകുന്നതിന് സഹായിക്കുന്നു. ലാസ്റ്റ്, അവസാദശിലകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഇവയെല്ലാമാണ് അപക്ഷയത്തിൻ്റെ ഫലങ്ങൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇറോഷൻ? അപരദനം എന്നാൽ എന്ത്? ആൻസർ, അപക്ഷയത്തിന് വിധേയമാക്കുന്ന ശിലകളിൽ നിന്നും ശിലാപദാർത്ഥങ്ങളെ ഒഴുക്കുന്ന ജലം, കാറ്റ്, തിരമാലകൾ, ചലിക്കുന്ന മഞ്ഞ് എന്നിവ അടർത്തിയെടുത്ത് പരിവഹനം നടത്തുന്നതാണ് അപരദനം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ദി പ്രോസസ്സസ് ഓഫ് ക്രിയേറ്റിംഗ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ് ഓൺ ദി എർത്ത് സർഫേസ് ഡാഷ്. ഭൗമോപരിതലത്തിൽ അവസാദ സഞ്ചയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. ആൻസർ, ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ദി ഇറോഷൻ ഓഫ് റോക്സ്? മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാക്കുന്നത്? ആൻസർ, ഫസ്റ്റ്, ക്വാറിയിങ് പാറ പൊട്ടിക്കൽ. സെക്കൻഡ്, മൈനിങ് ഖനനം. ഡിഫോറസ്റ്റേഷൻ വനനശീകരണം. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷൻ കൃഷിക്കു വേണ്ടി നിലം ഒരുക്കുന്നത്. എക്സസസ് യൂസ് ഓഫ് കെമിക്കൽസ് രാസവസ്തുക്കളുടെ അമിത ഉപയോഗം. ഇവയെല്ലാമാണ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ബ്രാഞ്ച് ഓഫ് സയൻസ് സ്റ്റഡീസ് സോയിൽ? മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ആൻസർ, പെഡോളജി. പെഡോളജി ആകുന്നു മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. നെക്സ്റ്റ്, വാട്ട് ആർ ദി മേജർ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് സോയിൽ? മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ, കാലാവസ്ഥ, ഭൂപ്രകൃതി, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില, സമയം എന്നിവയാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ. നെക്സ്റ്റ്, വാട്ട് ആർ ദി മേജർ സോയിൽസ് ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ ഏതെല്ലാം? ആൻസർ, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, പർവ്വത പ്രദേശങ്ങളിലെ മണ്ണ്, വനമണ്ണ് തുടങ്ങിയവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ. And the last question, വേൾഡ് സോയിൽ ഡേ, ലോക മണ്ണ് ദിനം എന്ന്? ആൻസർ, ഡിസംബർ 5. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഓക്കെ, താങ്ക് യു.